മനു, ഇന്ന് അനൂപ് ആന്റണി ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി ഛത്തീസ്ഗഡിൽ പോയിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ എതിർത്തിട്ടില്ല എന്നാണ്. പക്ഷേ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ്? രണ്ട് തരം പ്രതികരണങ്ങൾ വരുമ്പോൾ ബി.ജെ.പിയുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് എന്താണ്? ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തിയോ? ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിനാണോ അവരെ കൊണ്ടുപോയത്? ബി.ജെ.പിയുടെ നിലപാട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണല്ലോ. കേരളത്തിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീ വിഭാഗം, കേരളത്തിൽ മലയാളികൾ എന്ന നിലയിൽ ആര് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏർപ്പെട്ടാലും അവർക്ക് നീതിയുക്തമായ സമീപനം ഉണ്ടാകണം എന്നുള്ളതാണ് ബി.ജെ.പിയുടെ നിലപാട്. ഇന്ന് രണ്ട് കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ഒരു സംഭവത്തിൻ്റെ ഭാഗമായി അഴിക്കുള്ളിലായിരിക്കുന്നു. അവർക്ക് നിയമപരമായി കിട്ടേണ്ട എല്ലാ പരിരക്ഷയും കൊടുത്ത് മലയാളികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. കേരള ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രണ്ടുപേരോടൊപ്പം നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ നിലപാട്. ഒരു സംശയം, അതായത് കേരളത്തിലെ ബി.ജെ.പിക്ക് ദേശീയ ബി.ജെ.പിയുടെ നിലപാടല്ല എന്നാണോ? കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്. കാരണം ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാർ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുകയായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് വിവിധ പ്രദേശങ്ങളിൽ സ്വാധീനമുള്ളൊരു സംഘടനയാണ്. കേരളത്തിലെ രണ്ട് മലയാളികളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ബി.ജെ.പിയുടെ നിലപാട്. ആ നിലപാട് തുടരും. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ അനുഭവപൂർണമായ നീതിപൂർണമായ സമീപനം ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിയമപരമായ രീതിയിലുള്ള എല്ലാ പരിരക്ഷയും, നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ഇടപെടലുകൾ ഉണ്ടാകും എന്നും തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിജിയുടെ ഓഫീസും അദ്ദേഹത്തിന് നേരിട്ട് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റായൊരു പ്രവണതയും അനധികൃതമായ ഒരു പ്രവണതയും അവിടെ സംഭവിക്കില്ല. ന്യായമായതും ശരിയായതും മാത്രമേ സംഭവിക്കൂ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടക്കും. മനുപ്രസാദ്, ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഇന്ന് രാവിലെ അവിടെ ആക്രോശിച്ചെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ, ജാമ്യം ഒരു തരത്തിലും നൽകരുത് അവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തിയവർ, അതിനുശേഷം ജാമ്യം കിട്ടാതിരുന്നുള്ള ഉത്തരവ് വന്ന ശേഷം അവിടെ നടത്തിയ ആഹ്ലാദ പ്രകടനം, ഭീഷണി പ്രകടനം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആര് നടത്തുന്നതാണ്? ബജ്രംഗ് ദൾ നിങ്ങളുടെ ഭാഗമല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ബജ്രംഗ് ദൾ തെറ്റാണ് ചെയ്തത് എന്നും ഞങ്ങളുടെ നിലപാടാണ് ആകെ ബി.ജെ.പിയുടെ നിലപാട് എന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാനാകണം. അങ്ങനെയല്ലല്ലോ. ഛത്തീസ്ഗഡ് സർക്കാരും ഈ ബജ്രംഗ് ദളും എല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബി.ജെ.പിക്ക് രണ്ട് നിലപാടാണോ മനുപ്രസാദ്? സ്മൃതി പരുക്കത്തുകാടിൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് മറുപടി പറയാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. ബി.ജെ.പിയുടെ നിലപാട്, ബി.ജെ.പിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകവും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും ബി.ജെ.പിയുമാണ്. ബി.ജെ.പിയുടെ നിലപാട് ബി.ജെ.പി പറഞ്ഞു കഴിഞ്ഞു. മറ്റ് ബജറംഗ് ദൾ എന്ത് പ്രവർത്തിക്കണമെന്നോ എങ്ങനെ പ്രവർത്തിക്കണമെന്നോ അവരെന്ത് ചെയ്യണമെന്നോ തീരുമാനിക്കുന്നത് ബി.ജെ.പിയോ ബി.ജെ.പിയുടെ ഘടകമോ അല്ല. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് പറയൂ. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. അവർ നിരപരാധികളാണ്. നിങ്ങളുടെ നിലപാട് ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാരിന്റെ നിലപാടിൽ നിന്നും വ്യത്യസ്തമാണോ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറയുന്നല്ലോ, ഞങ്ങളുടെ നിലപാട് കേരളത്തിൽ നിന്ന് പോയ മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീ സമൂഹത്തിന് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ നീതി ലഭിക്കുക എന്നുള്ള നിലപാടിൽ നിയമപരമായി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളോടൊപ്പവും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റിനെ കാണേണ്ടി വന്നാൽ അത് കാണും, അവരോട് സംസാരിക്കും. ഞങ്ങൾക്ക് യുദ്ധം ചെയ്തോ ജയിലിൽ വിളിച്ചോ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലൊരു ഭരണഘടന ഞങ്ങൾ വീണ്ടും ഇടപെടലുകൾ നടത്തും. ഞങ്ങൾ ഇടപെടൽ നടത്തും. ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയിട്ടില്ലല്ലോ. ഇന്നത്തെ സംഭവവികാസമാണ് ചോദിക്കുന്നത്, ഇട്ടറിയല്ല മനുപ്രസാദിന്റെ ചോദ്യം. താങ്കൾ ഇതിൽ അക്ഷമനാകരുത് മനുപ്രസാദ്. ഞാൻ അക്ഷമനല്ല, ആകാൻ ശ്രമിപ്പിക്കുന്നു അല്ലേ? നിങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ സമാധാനമായി ചോദിക്കൂ. സമാധാനമായിട്ടാണ് ചോദിക്കുന്നത്. സമാധാനമായിട്ടാണ് എനിക്ക് മറുപടിയും വേണ്ടത് മനുപ്രസാദ്. അതായത് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണല്ലോ. മാത്രമല്ല സെഷൻസ് കോടതി പറയുന്നു ഇവിടേക്കല്ല ഇത് കൊണ്ടുവരേണ്ടത്, തൊടുന്നില്ല സെഷൻസ് കോടതി. എങ്ങോട്ടാണ് പോകുന്നത്? NIA കോടതിയിലേക്കാണ് പോകേണ്ടത്. എന്തുകൊണ്ടാണ് NIA കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്? മനുഷ്യക്കടത്ത് എന്ന ഗുരുതരമായ ആരോപണമാണ് FIRൽ എഴുതി വെച്ചിരിക്കുന്നത്.
ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് ആ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടും, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പറഞ്ഞിട്ടും, ഒരാവശ്യവുമില്ലാത്ത ആ കുടുംബത്തിൻ്റെ സമ്മതപത്രം എന്ന രേഖയുണ്ടായിട്ടും ഈ തരത്തിൽ മനുഷ്യക്കടത്ത് എന്ന് എഴുതി വെക്കുന്നു. അപ്പോൾ ആ മനുഷ്യക്കടത്ത് എന്ന ഗുരുതരമായ ആരോപണം വെച്ച് NIA കോടതിയിലേക്കാണ് വിടുന്നത്. എന്താണ് സ്റ്റാൻ സ്വാമിക്ക് അനുഭവം ഉണ്ടായത്? അതിലേക്ക് നടന്നു നീങ്ങുകയാണ് സിസ്റ്റേഴ്സും. ആശങ്കയുണ്ട്, കൂടുതൽ ഗുരുതരമാക്കുകയാണ് വകുപ്പ്. അതിൽ നിങ്ങൾക്കെതിരെ അഭിപ്രായമുണ്ടോ മനുപ്രസാദ്? അല്ല, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്. ദീർഘകാലമായി ഇവരകത്തു കിടന്ന് കേരളത്തിൽ BJPക്കെതിരായിട്ട് ഒരു സമീപനമെടുത്ത് ക്രിസ്ത്യൻ സമൂഹത്തെ BJPയോട് നിന്ന് അകറ്റി നിർത്താൻ ഇതൊരു ഉപയോഗമാക്കാം, അത് ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് ആക്കാം എന്ന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിനോടൊപ്പം സ്മൃതി പരുത്തക്കേട് അങ്ങയുടെയും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, അവരോടൊപ്പം ഉണ്ടാകും, നീതിപൂർവമായ തീരുമാനം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം പലതവണ ചർച്ച, പ്ലീസ് ദയവ് ചെയ്ത് കേൾക്കും, ബാക്കി കാര്യങ്ങളെല്ലാം പലതവണ ചർച്ച ചെയ്തതാണ്, ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, സ്വാഭാവികമായിട്ടും ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ NIA കോടതിയിലേക്കാണ് പോവേണ്ടത്. 2010 അമെൻമെന്റ് വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നും അതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ രണ്ടുപേർക്ക് നീതി കിട്ടുന്നത് വരെയുള്ള ഇടപെടലുകളിൽ BJP ഉണ്ടാകും. അത് ഇവർക്കെന്ന് മാത്രമല്ല, കേരളത്തിലെ മലയാളി ഞങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ പാലാ ബിഷപ്പിന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. പാലാ ബിഷപ്പിന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കരോളിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു. പാലസ്തീനിൽ നിന്ന് ഹമാസിന്റെ ആക്രമണം ഏറ്റിട്ട് മരണപ്പെട്ട് തിരിച്ചു വന്ന ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയുടെ മരണം, അത് പാലസ്തീനല്ല, ഹമാസിനെ അനുകൂലിക്കുമ്പോൾ അതിനെ എതിർക്കാൻ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും ലോകത്തെവിടെയും മലയാളി സമൂഹം നേരിടുന്ന ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറമായി അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ BJPയുടെ ശക്തമായ ഇടപെടലും കരുതലും സമീപനവും ഉണ്ടാകും. നിങ്ങളിൽപ്പെട്ടവരാണ് ആക്രമിക്കുന്നതെങ്കിലും നിങ്ങൾ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത്. അതായത് BJP സംസ്ഥാന ഘടകം ഇവിടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്കൊപ്പം ഇവിടെ RSSും ഇല്ല, നിങ്ങൾക്കൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല, ഇന്നത്തെ പ്രതികരണങ്ങൾ താങ്കളെ ഞാൻ സമാധാനപൂർവ്വം ഇനി പറഞ്ഞു കേൾപ്പിക്കാം കേട്ടോ. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.